മക്കളെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോണ് നമ്മളെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേപോലത്തെ ബീഫ് കറിയാണ്. അത് നമുക്ക് വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായിട്ട് 4-5 വട്ടം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കുക്കറിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. ബീഫ് മുറിക്കുമ്പോൾ ചെറിയ കഷ്ണമായിട്ട് വേണം മുറിക്കാൻ കേട്ടോ. വലിയ കഷ്ണമായിട്ട് മുറിച്ചാൽ വലിയ കഷ്ണമായിട്ട് കിടക്കും. മസാലകളൊക്കെ ഉള്ളിൽ പിടിക്കാതെ ഇറച്ചി മാത്രമായിട്ട് ഇങ്ങനെ കാണും. നമുക്കിതിൽ കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്കിതിൽ ഉപ്പിട്ട് കൊടുക്കാം പാകത്തിന്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കണ്ടേ. ഇനി പാകം നോക്കിയിട്ട് പിന്നെ ഇട്ടാൽ മതി. ഇനി നമുക്കിതിൽ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അത് ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. സോയാ സോസ് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് ഉള്ളി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് എല്ലാതും പാടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതേപോലെ ഒന്ന് തിരുമ്മി മിക്സാക്കാവേ. ഇതിപ്പോൾ നന്നായിട്ട് തിരുമ്മി എല്ലാ കഷ്ണങ്ങളിലും മസാല പിടിക്കുന്നത് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മൂടി വെക്കാം. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 6 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. മക്കളെ, നമ്മൾ ഇറച്ചി വെക്കുമ്പോൾ കുക്കറിൻ്റെ വലിപ്പവും ബീഫിൻ്റെ വേവും അനുസരിച്ച് ഒരു 2-3 വിസിൽ അധികം വേണ്ടി വരും. അതിനെന്താ ചെയ്യണം വെച്ചിട്ടാ, 6 വിസിൽ വന്നാൽ ഒന്ന് തുറന്ന് നോക്കുക വെന്തിക്കണമെന്ന്. വെന്തിട്ടില്ലെങ്കിൽ ഒരു 2 വിസിൽ കൂടി വെച്ച് വേവിക്കുക. അപ്പം നമ്മളെ ബീഫ് നല്ല അടിപൊളിയായിട്ട് വേവും കേട്ടോ. മക്കളെ, നമ്മുടെ കുക്കറിൽ 6 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെച്ച് ഇതിൻ്റെ കാറ്റൊക്കെ ഒന്ന് പൊക്കോട്ടിട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, ഇപ്പം ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ അടുപ്പത്ത് വെച്ച് വേവിക്കണില്ല കേട്ടോ. മക്കളെ, ഇനി നമുക്കിതിൽ ഗ്രേവി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വന്നാൽ 1 ടീസ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി കുനുകുനാ അരിഞ്ഞതിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ വെളുത്തുള്ളി കുനുകുനാ അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മളൊന്ന് ഇളക്കി വെളുത്തുള്ളിയുടെ പച്ചമണവും ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഒരു 3 വറ്റൽമുളക് മുറിച്ചതിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി നമുക്ക് കറിവേപ്പില പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് 2 വലിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഉള്ളിക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇറച്ചിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇതിൽ ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഉള്ളി നമ്മൾ മുറിക്കുമ്പോൾ ഇച്ചിരി കനം കുറച്ച് മുറിക്കണം കേട്ടോ. ഒന്നിച്ചിരി നൈസായിട്ട് വേണം മുറിക്കാൻ. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കൊരു 2 മീഡിയം സൈസിൽ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം.
തക്കാളി ഉള്ളിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടിട്ടാ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടില്ലേ, തക്കാളിയൊക്കെ വെന്ത് അതിൻ്റെ വെളിച്ചെണ്ണയൊക്കെ മേലെ പൊന്തി വരുന്നുണ്ട്, കണ്ടില്ലേ? ഇതിൽ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വാടി തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് എണ്ണയൊക്കെ മേലെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂണ് മീറ്റ് മസാല ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊക്കെ നന്നായിട്ട് ഇളക്കി മസാലയുള്ള പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇപ്പം ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ മസാലയുള്ള പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ഇതേപോലെ അങ്ങോട്ട് കൊട്ടി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മക്കളെ, ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ചൂടാക്കി വെക്കണം. അതെന്തിനാ ചോദിച്ചാൽ, നമ്മൾ കുക്കറിൽ നിന്ന് ഇതൊക്കെ കൊട്ടിയതിന് ശേഷം അതിൽ ഉള്ളിൽ മസാലയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവില്ലേ കുക്കറിൻ്റെ അടിയിൽ, അതൊന്ന് ഈ ചൂടുവെള്ളം ഒഴിച്ച് ചോറ്റിയിട്ട് ഇതിൽ ഒഴിക്കണം. ഇതിൻ്റെ ടേസ്റ്റ് ഏതാന്ന് വെച്ചാൽ ഈ ഇറച്ചിയുടെ സ്റ്റോക്കാണ് ഒഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, ഇനി നമുക്കിതൊരു 15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ഇറച്ചി 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതാ നല്ല ഗ്രേവി പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അങ്ങോട്ട് പരത്തി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കുരുമുളക് പൊടി എല്ലായിടത്തും പെടട്ടെ. ഇപ്പം നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ ഇതിൽ ഫുള്ളും എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന പോലത്തെ ഇറച്ചിക്കറിയായി. ഇനി നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ പരത്തി ഒഴിച്ച് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇത് നമ്മുടെ ബീഫ് കറീനെ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് വിളമ്പി വെക്കാം. അപ്പം മക്കളെ, ഇത്രയേ ഉള്ളൂ പണി. എല്ലാവരും ബീഫ് വാങ്ങുമല്ലോ, ഒരു വട്ടമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.